എടാ ഞാനിത് ലൈവിൽ കളിച്ചിട്ട് ഞാൻ ഏതാണ്ട് 4 വർഷമോ ഞാൻ എവിടാ ഇത് പട്ടി ലൈവ് ഡിലേ ഉണ്ടെങ്കിൽ പറയണേ ഗീസ് ലാഗ് ഉണ്ടെങ്കിൽ ഓ ഞാൻ വെച്ചെന്നെ വിളിക്കാൻ വന്നേ മുമ്പിൽ ചോദിച്ചോയെ എടാ നീ ഒന്നെങ്കിൽ അവിടെ ചവിട്ടി നിർത്തിയിട്ട് പുറയുക പോടാ ഹലോ ആരാ ഹലോ ആരാ ജോക്കി ബ്രോ ആ പറ ഹലോ ജോക്കി ബ്രോ കേൾക്കുന്നില്ല പിന്നെ എന്തോ ചെയ്യാനാ മോനെ എടാ എന്റെ ഇരിക്കുന്ന പൈസ ഉണ്ടോ ഹലോ ഹലോ ഇത് എവിടാടാ ഇതിന്റെ സാധനം വോയിസ് ചാറ്റ് പുഷ് ടു ടോക്ക് എന്റെ കീ എവിടാ അപ്പം എടാ എന്റെ കീ എവിടെ മാറ്റുക കൂലി പവർ ഹൗസ് വെള്ളം എങ്ങനെ അടിച്ചോണ്ട് പോകാണല്ലോ ആ ബ്രാവോനെ വിളി സ്പീക്കേഴ്സ് സൈൻ ഗ്രാഫിക്സ് ക്യാമറ ഓഡിയോ കീ ബൈൻഡിങ്സ് എവിടാ കീ ബൈൻഡിങ്സ് ഓ മാൻ GTA ഓൺലൈൻ അങ്ങനെ കണ്ടല്ലോ പുഷ് ടോക്ക് ആ മൗസ് 5 ആടാ ഓ 4 അല്ല 5 സോറി 5 പോയാ ഈ സെർവറിനകത്ത് ആരും ഇല്ല എനിക്കൊരു വണ്ടി ഉണ്ടോ എനിക്ക് ഫോണുണ്ടോ സിറ്റിയിൽ ആരെങ്കിലും ഉണ്ടോ ആരും ഇല്ല അല്ലെങ്കിൽ ഞാൻ കയറുമ്പോൾ ഒരുത്തിനും കാണത്തില്ല എന്തുവാ സ്മോക്ക് സരള പക്ഷേ അന്ന് ബോബോയ് സക്കീർ കണ്ണാപ്പി കൂടി വന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യം സക്കീർ അറിഞ്ഞു നിങ്ങൾ മുമ്പിൽ ആവണിക്ക് വേലയില്ലാണ്ടാക്കി ഞാൻ എന്ന് പറഞ്ഞു എന്നെ അടിച്ചെന്ന് ഒരാളെ പ്രാങ്കിന്റെ പുറത്ത് സ്നേഹിക്കുന്നതാണോ നല്ലത് അതോ പറഞ്ഞു മനസ്സിലാക്കുന്നതാണോ നല്ലത് ഇതൊക്കെ ആരാ ഇതൊക്കെ പ്രാങ്കിന്റെ പുറത്തായിരുന്നു ഇപ്പോൾ ഞാൻ തെറ്റുകാരിയായി ആകെപ്പാടെ പ്രാങ്ക് ചെയ്ത ഡേയും ഇന്നും മാത്രം ആ സക്കീറിനെ കണ്ടത് കാര്യം എന്തണ്ടിയാ കൊച്ചേ പറയുന്നേ ഒന്നും മനസ്സിലാവുന്നില്ല എന്താണോ ഇതിന്റെ അർത്ഥം എനിക്കങ്ങനൊന്നുമില്ല ഞാൻ സിഗ്മയാണ് പിന്നെ നമ്മളിതൊക്കെ എത്ര കണ്ടേക്കുന്നു നമ്മളിതല്ല അതിൻ്റെ അപ്പുറം കണ്ടിടണം നമ്മൾ ഇതെങ്ങനെ ഇതിന് പുറകിലോട്ട് പോകുന്ന ഈശോയെ ആ ബാൻ കിട്ടും എന്തിന് ബാൻ കിട്ടും എന്തണ്ടിയാ കൊച്ചാ പറയുന്നതെന്ന് മനസ്സിലാക്കാനാ പറയുന്നതിനാ ബ്രാവോ എനിക്കെന്നാ ബാൻ തരുന്ന എനിക്കൊന്ന് കാണണമല്ലോ ഇത് what should we do garage man I have car bro I have car man I have car yes your car is in the garage ഇത് ഗരാജിൽ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ ക്യാം ചെറുതാക്ക് ഓ man my cam is big ഇത് ക്യാമറ ഞാനിത് എവിടെ കൊണ്ട് വെക്കൂടെ ഇത് ക്യാമറ ചെറുതാക്കണം ഓക്കെ ക്യാമറ ഇവിടെ കൊണ്ടു ബ്രാവോയ്ക്ക് ബാനാണ് അപ്പോഴാ എടേ അവന് ബാൻ കിട്ടിയാ ഷേ സിറ്റിയിൽ ആരും ഇല്ലെന്ന് ട്രാക്ക് എടാ ഇത് ഇപ്പൊ നമ്മൾ എന്തൊരു ചെയ്യും ഇത് ഷുഡ് വി ഡു റേഡിയോയിൽ കയറ് അതിന് റേഡിയോ ഉണ്ടോ എനിക്ക് ആ റേഡിയോ ഉണ്ട് യൂസ് ഇതെങ്ങനെ യൂസ് ആക്കുന്നതെന്ന് അറിഞ്ഞൂടെ ഇത് ഇവിടെ തിരിക്കണമല്ലോ ഇത് എങ്ങനാ ഇത് പ്രിയപ്പെട്ട കോച്ചിങ്
സുഹൃത്തുക്കളെ. ഇതൊന്ന് പറഞ്ഞു തരേണ്ടതാണ്. ഇത് എങ്ങോട്ടാ കയറേണ്ടതെന്ന് അറിയത്തില്ല. സീരിയസ്ലി അറിയത്തില്ല. അറിയാത്തതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഗ്യാങ് റൂൾ ഉണ്ട്, ഗ്യാങ് റൂൾ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് അറിയത്തില്ല കേട്ടോ. 51. എനിക്ക് എന്തിനാടാ ഗ്യാങ് റോള്? യു ആർ നോട്ട് അലോ. ഗ്യാങ് റോൾ ഇല്ല ഗൈസ്. ഗ്യാങ് റോൾ ഇല്ല ഗൈസ്. അല്ലേലും എടാ ഇതിനകത്തൊന്നും ആരും ഇല്ലയോടാ അതിനകത്തൊന്നും. അല്ലെങ്കിൽ നിറച്ച ആൾക്കാരാണല്ലോ. ഞാൻ എങ്ങനെ പോവിടുന്ന്? ഒരു ലിഫ്റ്റ് പോയിക്കാന്ന് വെച്ചാ റേഡിയോ കയറാൻ പറ്റത്തില്ലടാ. തന്നെത്താനേ വീശും. ഹലോ ഹലോ ഹലോ. ഇടിച്ചിടിച്ചിടിച്ചിടിച്ചിടിച്ച്. എടാ ഇത് നമ്മുടെ ഗ്യാങ്ങിലുള്ള ആരെങ്കിലും ആണോ? ഹലോ എടാ കേക്കാവോ? കേക്കാവോ? കേക്കാം. ഇത് നമ്മുടെ ഗ്യാങ്ങിലുള്ള ആരെങ്കിലും ആണോ? ഞാൻ വില്ലുവാണ്, വില്ലുവാണ്. ഗടി എന്തിനാ പറയുന്ന ഗടി? ഇതാരാ ചത്തതിപ്പം? അത് ആഷ്. ആഷോ ആൽഫ ബ്രൂട്ടൽ. നിങ്ങൾ എവിടെ പോകുന്നടാ? ചുമ്മാ എന്നാ പിന്നെ വണ്ടിക്ക് ഇത് കേറുന്ന എങ്ങനാ? ഇവൻ കേറുന്നില്ല. ഇവന്റെ പേര് ഊപ്പനാ. എന്തോ ഉസ്മാൻ. ഉസ്മാൻ വാട്സ്ആപ്പ് മാൻ. ഉസ്മാൻ സുഖാണോ ഉസ്മാൻ? നീ എന്ത് രാവിലെ പുട്ടുമല്ലോ വന്നോ ഒഴുകി? സൗണ്ട് എങ്ങനെ ഇരിക്കുന്നത്? അടിച്ചിട്ട് പോയാലോടോ ഉമ്മാരെ. ഹലോ ഹലോ. തോക്കൊക്കെ ഉണ്ടോ കേട്ടോ? എന്താണ് ഒരു പാവ സിറ്റിസൺ ഇങ്ങനെ കണ്ടൊക്കെ ചെയ്തേ? എന്താണ് ഇതൊക്കെ? എന്റെ പൊന്ന സുഹൃത്തെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇങ്ങനെ കൊള്ള നടത്തി ജീവിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മുടെ ഗ്യാങ്ങിലുള്ളവരാണോ? അല്ല നമ്മരെ കൊന്നോളാം. എടാ നമുക്ക് പോടാ, നമുക്ക് പോടാ. പാടാ പാടാ പാടാ. എടാ അവനെ വെറുതെ വിടറാ, അവനെ വെറുതെ വിടറാ. മരുന്നും കൂടാ. എടാ നിന്റെ മലയാളം എനിക്ക് മനസ്സിലാവുന്നല്ലോ കേട്ടോ. ആ നിന്റെ മലയാളം മനസ്സിലാവുന്നില്ല. ആ എന്ത് ചെയ്യുവോ ഇനി? എടാ നമ്മുടെ ഈ സിറ്റിയിലെങ്ങും ആരും ഇല്ലയോടാ? ഉണ്ട്. ആൾക്കാർ കുറവാണ്. വരും കുറച്ചു കഴിഞ്ഞാൽ മുതിക്കാൻ പറ്റും. നിറഞ്ഞങ്ങ് നിക്കും. അപ്പൊ ഞാൻ പതുക്കാട് കത്തും. എനിക്ക് സാലറി ബാങ്ക് എടുത്ത് എനിക്കൊന്നും അല്ലേ എപ്പോഴും? എടാ നമ്മുടെ അപ്പാപ്പന്റെ ബാനാണോടാ? അല്ല അല്ലേ? ടൈം ആയില്ലേ വന്നിട്ട്? എനിക്ക് മന്ദാരം കഷ്ടം വേണ്ടിട്ട്. മന്ദാരം ആരാ വണ്ടിയിലിട്ട് നോക്കിയേ? ഞാനേ ചുമ്മാ ഇരുന്നപ്പോഴേ ഞാൻ ഇപ്പൊ എല്ലാം എന്തോ ഒപ്പിച്ചിട്ട് മന്ദാരത്തിന്റെ അല്ലല്ലോ റോൾ മേടിക്കും. ഞാൻ ഇങ്ങനെ റോൾ വാങ്ങിക്കുന്നത്. എടാ ഉസ്മാനെ ഇങ്ങോട്ട് വന്നേ മോനെ. ആ ഹലോ. ഇതാരാ ഇത്? എടാ നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങളുടെ പേരെഴുതി പുറകെ വെക്ക്, അല്ലെങ്കിൽ ഫ്രണ്ടിൽ വെക്ക്, ഒന്നെങ്കിൽ നമ്പർ അക്ക വിട്ടെങ്കിലും വെക്ക്. സത്യം പറഞ്ഞ എനിക്ക് ഓർത്തിരിക്കുന്നില്ലടാ. ഇത് മന്ദാരം. ഈ നീലമുടിയുള്ള ആഷ് ബ്രൂട്ടല്. ഇത് ഞാൻ വില്ലു. അത് ഏതാ വില്ലു? കൈ പൊക്കിയവനാണോ? മന്ദാരത്തിന് ഈ മുടിയും കമ്മലും ഉണ്ടാവും. ഇത് ആശിന് നീലമുടിയും കണ്ണടയും ഉണ്ടാവും. അങ്ങനെ ഞാൻ എല്ലാവരെയും ഇതേത് ഗ്യാങ്ങടാ? ഇതേത് ഗ്യാങ്? വയലറ്റ്. ഹലോ ഹലോ. എടാ ഞാൻ ഉസ്മാനെ ഒന്നൊരു കാര്യം പറഞ്ഞു. ഉസ്മാൻ എങ്ങോട്ട് വന്നാടാ? നീ എന്തിനാണോ ഇതിനെ തിന്നാൻ വരുന്നേ? അതെന്ന് പറഞ്ഞാ ആന്ന് വിളിച്ചാ പോരെ? ഉസ്മാനെ ഞാൻ നിന്റെ ഒരു കാര്യം പറയട്ടെ. നിനക്ക് എത്ര വയസ്സുണ്ട്? 16 വയസ്സ്. എന്തുവാ അച്ഛനും അമ്മ എന്തോ ചെയ്യുന്നത്? പുറത്തല്ല, അകത്ത്. അച്ഛനും അമ്മയും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ നീ ജനിച്ചിട്ടില്ല? ജനിച്ചിട്ടുണ്ട്. എടാ നീ ജനിച്ചിട്ടില്ല. സത്യം പറഞ്ഞാ നീ ജനിച്ചായിട്ട് നിനക്ക് തോന്നി. നീ ജനിച്ചിട്ടില്ല. നീ ഇല്ലാത്തൊരു മനുഷ്യനാണ്. മനസ്സിലായ? അങ്ങനെയൊന്നുമില്ല. നിനക്ക് നിന്റെ നാടോടാ? എന്റെ നാട് മുതുക്ക്.
നിന്റെ മലയാളം എനിക്ക് മനസ്സിലാവുന്നില്ല ഉസ്മാനെ. ആ അത് ശരിയായിക്കോളാം. ഞാൻ നിങ്ങളുടെ ഒക്കെ ഒപ്പം നടന്നേ ശരിയായിക്കോളും. ഉസ്മാന് പെണ്ണുണ്ടോ? ആ പെണ്ണില്ല, പെണ്ണിനെ നോക്കണേ. കിട്ടത്തില്ല കേട്ടോ. ആ അങ്ങനെ പറയല്ല. ആ എന്നാ ഇഷ്ടപ്പെടുന്ന ആരും ഇല്ല. നിന്റെ മോന്തോ നിന്റെ മോന്തോ നോക്ക്, നിന്റെ സംസാരം നോക്ക്, നിന്റെ ഡ്രസ്സിംഗ് സ്റ്റൈൽ നോക്ക്. ഇത് എന്തിനാ ഇത്? ബാത്റൂം സ്ലിപ്പർ ഇട്ടോണോ പുറത്ത് നടക്കുന്നത്? നിന്നെയൊക്കെ ഏത് പെണ്ണ് സ്നേഹിക്കും? നെഞ്ചത്തെന്ത് എഴുതി വെച്ചേക്കുന്നത്? വാച്ചുണ്ട്. പന്തായിരുന്നു ട്രേഷർ. എടാ മോനെ, ഇങ്ങനെ നമ്മളെ പെണ്ണ് കിട്ടത്തില്ല സീരിയസ്ലി. പിന്നെ ഇങ്ങനെ നടക്കണം പാവാടായിട്ട്. ഇതല്ല കുറച്ചുകൂടി നല്ലത്. വാച്ചൊക്കെ ഉണ്ട്. എടാ ഇവനെ വണ്ടി കയറ്റിയടാ അവനെ. എടാ ഉസ്മാനെ, ആ ഈർക്കല് കയറ്റാൻ തരുന്ന സ്ഥലത്ത് അണ്ടി കയറ്റല്ലേ? ഇടക്കിടക്കൊക്കെ പറയണ്ട. മെമ്പർഷിപ്പടാ. നീ വണ്ടി കയറാ ഉസ്മാനെ, നീ വണ്ടി കയറി. ഈ കണ്ട അണ്ടനും അടകോടനും ഒക്കെ ഇതിനകത്ത് കയറാ. ഉസ്മാൻ ഇറങ്ങടാ വിളി. ഇത് എങ്ങനാടാ ഇതൊന്നും കേറാൻ പറ്റുന്നില്ലല്ലോടാ. എടാ ഉസ്മാനെ, നീ ഒന്ന് വണ്ടിയുടെ വെളി ഇറങ്ങടാ. നീ ആ കേറിയില്ല. എടാ ഇതെന്താടാ ഇതെന്താ ഇത്? ഒരു മിനിറ്റ്. ഇനി ഊമ്പാൻ കേറി. എന്നെ കളഞ്ഞു കൊല്ലാട്ടാ, അവനെ കളഞ്ഞു കൊല്ലാട്ടാ. പെട്രോൾ അടിക്കാൻ പൈസ കൊടുക്കൂല പെട്രോളിന്. എടാ ഇത് കൊള്ളാം കേട്ടാ, വല്ലപ്പോഴും ഇത് കേറുന്നത് നൈസായിരിക്കും. റൈറ്റ് അടിക്കാൻ നോക്കണം കേട്ടോ, റൈറ്റ് സൈഡ് അടിക്കരുത്. എടാ ഇത് എന്താടാ, ആ ഗ്യാങ്ങിലുള്ള എല്ലാവർക്കും വാലുണ്ടോടാ? അവനെ താങ്ക് യു ഫോർ 222 rupees സൂപ്പർ ചാറ്ററാ. എല്ലാവർക്കും വാലുണ്ടോടാ? എടാ ഉസ്മാനെ, എനിക്ക് റോളില്ല. ഇല്ല. എടാ ഉസ്മാനെ, ഞാനൊരു കാര്യം പറയട്ടെ. ഞാനൊരു കാര്യം പറയുന്നത് എന്താന്ന് വെച്ചാ, ഇത് പാവാടയല്ല, മനസ്സിലായോ? എനിക്കറിയാം, എനിക്കുണ്ടായി. എടാ ക്യൂ നിൽക്കും പെമ്പിള്ളാര്. ഞാൻ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ മുറുക്കിന് ഇവിടെ നിന്ന് കഴിഞ്ഞാ പെമ്പിള്ളാര് ക്യൂ നിന്നെ പോലൊന്നും അല്ല, മനസ്സിലായോ? അണ്ണോ എനിക്കുണ്ടായി, ഞാൻ നമ്പൂതിരിയാർന്ന് ആ സമയത്ത്. ഞാനും തന്നെ. എടാ ഇത് നമ്പൂരി കൊടുക്കുന്ന പാവാടയല്ല, ഇത് പാവാടയല്ല ഇത്. എടാ ഒന്നെങ്കിൽ ഇവനെ പറഞ്ഞു മനസ്സിലാക്കി, ഇല്ലെങ്കിൽ ഇവനെ ഞാൻ കൊല്ലും. എന്തായാലും ഇത് നാളെ ഞാൻ ഇതിട്ടോളാം, മനസ്സിലായോ? ഏത് നാളെ മുതൽ ഇത് ഇടാനാ? ഇതൊന്നും ഇടണ്ട. എന്നാ ഞാൻ മാറ്റി എടുക്കാം, കളർ മാറ്റിയാ പോരാ. എടാ ഇവനെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ എനിക്ക്. കേറി വണ്ടി കയറി നീ വണ്ടി കയറി. പോട്ടെ. താഴെ വീടുകൂടെ ഇവൻ. ഇല്ല വേണേ ചാർത്തി കൊടുത്താൽ മതി വീട്. റൈറ്റ് അടിക്കരുത് വേണ്ട. വാസന്റെ പയ്യനാണ്. വാസുന്റെ പയ്യനാ? ഒരുത്തൻ കൊരുത്ത് വണ്ടിന്റെ ഇടയിൽ വെട്ടി കേട്ടോ ബ്രോ. ഒരു കാര്യം ചോദിക്കട്ടെ, ആ സിംഹാസനം എങ്ങനെയാ കിട്ടുന്നത്? അത് ഞാൻ കാണിച്ചു തരാം. പോയില്ല. ആദ്യം ഇമോട്ട് ഇടണം, എന്നിട്ട് റീലോഡ് സ്കിൻ അടിക്കണം, എന്നിട്ട് ആൾട്ട് സാധനം ഞെക്കിട്ട് ട്രിക്ക് ഉസ്മാനെ, നിനക്ക് ടി വി കാണണോ? അതാണ് എന്റെ സ്വപ്നം അറിയാലോ. അതാണോ എന്റെ സ്വപ്നം? ഇങ്ങോട്ട് വന്നാണ്. നിനക്ക് എന്തൊക്കെ കഴിവുണ്ട്? വാണം പിടിക്കുന്ന അതിപ്പോ നമുക്ക് എല്ലാവർക്കും ആ കഴിവുണ്ട്. ഉസ്മാനെ, നീ ഒന്നെങ്കിൽ മോളിൽ നിൽക്ക, അല്ലെങ്കിൽ ഞാൻ മോളിൽ കയറാം. ഇത് ഒരു താഴെ പോവാ നീ. നമുക്ക് ഒരുമിച്ച് അപ്പൊ എന്തൊക്കെയാണ് കഴിവ്? എനിക്ക് ഇങ്ങനെ ഗൺ പവർ ഉണ്ട്. അതാണ് പിന്നെ അത് ഇവന്മാർക്ക് എല്ലാവർക്കും ഉണ്ട്. എടാ വ്യത്യസ്തനാക്കുന്ന എന്തെങ്കിലും പറയടാ. അണ്ണന്റെ വ്യത്യസ്തത എന്താ? എന്റെ വ്യത്യസ്തത എന്തോ എനിക്ക്. എടാ നീ എന്തിനാണ് എന്നെ ചോദ്യം ചെയ്യുന്നേ? നീ നിന്റെ നീ പറ. എനിക്കിപ്പോ സംസാരിക്കറിയാം. അത് പിന്നെ അത് മനസ്സിലായി, നീ സംസാരിക്കുമ്പോഴേ മനസ്സിലായി നിനക്ക് സംസാരിക്കാൻ അറിയാം. പിന്നെ നല്ല പൈസക്കാരനാണ്. എത്ര ഉണ്ട്? എടേ നമുക്ക് ടി വിക്ക് പൈസ ഒന്നും വേണ്ട. നിനക്ക് എന്ത് വ്യത്യസ്തമായിട്ട് ചെയ്യാൻ പറ്റും?
8 അക്കൗണ്ട് 8 അക്കം. എട്ടാക്കോ? 8 അക്കോ? 1 2 3 4 5 6 7 8 9 10. എനിക്ക് തന്നെ ഉണ്ടല്ലോടാ 10 അക്കം. ആണോ? ആ എന്നാ അത് നാളത്തേക്ക് ഉണ്ടായിക്കോളാം ഞാൻ. ആ അല്ല ആ അന്റെ ഇതെന്താന്ന് പറയടാ, വ്യത്യസ്തനാക്കുന്ന എന്തെങ്കിലും പറയടാ. വേറെ വ്യത്യസ്തത ഒന്നുമില്ല. ആ ഇപ്പൊ ഇങ്ങനെ സംസാരിക്കാനൊക്കെ അറിയാം നന്നായിട്ട്. എടാ ഊവേ, ഇത് തന്നെ നീ തിരിച്ചു പറഞ്ഞോണ്ടിരിക്കാതെ നീ എന്തേലും ഒന്ന് പറയടാ. എടാ ടി വി ഒക്കെ ഇവ നോക്ക്, ആഷ് ഫ്രൂട്ടിലാണെങ്കിൽ വെടിവെക്കാൻ അറിയാം. ആഷ് ഫ്രൂട്ടില് വെടിയൊക്കെ അറിയാം. ആ അവൻ പാട്ട് പാടും. പാട്ട് പാടും ആഷ് ഫ്രൂട്ടില്. ആ പിന്നെ ഞാൻ പാട്ട് പാടത്തില്ല. ഡാൻസ് കളിക്കും, പാടും പാടും. ഡാൻസ് കളിക്കും. പിന്നെ ഇവന്റെ പേരെന്തോ വില്ലു. ഇവൻ അസലായിട്ട് തൃശ്ശൂർ ഭാഷ സംസാരിക്കും. ആ അതൊക്കെ അറിയാം. ഗഡിയേ. ഗഡിയാണ്, മനസ്സിലായോ? അവൻ വെടിവെക്കും, അവൻ വെടിവെക്കും. നിന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറയടാ. നിനക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്തെ ഭാഷ സംസാരിക്കാൻ പറ്റും? സംസാരിക്കുമല്ലോ. എടാ നീ മലയാളം ഉത്ഭവിച്ച സമയത്തും കണ്ടുള്ള ഭാഷയാണ് നീ സംസാരിക്കുന്നത്. ആ കണ്ട എന്തൊരു സംസാരിച്ചാ ഞാന്നാണ് പറയുന്നത് നീ. ഇതൊക്കെ നമ്മുടെ ഗാങ്ങിന് പറ്റിയതാണോ ഇതൊക്കെ? അല്ല കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ടേ. എടേ നീ മന്ദാരത്തിന് എന്നാ കെട്ടേ 24 മണിക്കൂർ മന്ദാരം. നീ വ്യത്യസ്തനാക്കുന്ന എന്തെങ്കിലും കാര്യം പറ, എന്തോ ചെയ്യുന്നേ? ഇതൊക്കെ ഉള്ളൂ. എടാ അങ്ങനെ നീ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ഇരുന്ന് നിന്റെ ഗാങ് ഇടും. എങ്ങനെ വ്യത്യസ്തത പറയണ കഴിയും? എടാ ഒരു വ്യത്യസ്തത വേണ്ടേ? വില്ലുമോനെ ഒരു വ്യത്യസ്തത എക്സാമ്പിൾ പറഞ്ഞോടാ. ഒരു പാട്ട് പാട്. എങ്ങനെ പറയും? ആണ് ഇവന്റെ ഇപ്പൊ നീ നമ്മുടെ ഗാങ്ങിൽ കയറിയ എന്ത് ഗുണമുണ്ട് നമുക്ക്? ഗുണം ഞാൻ ഡ്രൈവറായിട്ട് ജോലി എടുത്തു. പിന്നെ നമുക്കൊന്ന് വണ്ടി ഓടിക്കാൻ അറിഞ്ഞോളൂ. നമുക്ക് അടി ഓടിക്കാൻ അറിയത്തില്ലല്ലേ? എന്നാ ഹെലികോപ്റ്റർ ഓടിച്ചോളാം. അവരെ നമുക്ക് ഹെലികോപ്റ്റർ ഇഷ്ടം പോലെ ഉള്ളവരുണ്ട്. ഡീമണുണ്ട്. ഡീമണ ജീവി എടുത്താ? ഡീമന്റെ സൈഡില് ഞാൻ ഇരുന്നോളാം. ആ പിന്നെ സൈഡിൽ ഇരിക്കാൻ പിന്നെ നീ പറയട്ടെ നീ 5 മിനിറ്റ് സമയം തരാം. നീ പറ. ആ അവിടത്തെ ബോട്ടിനെ മാറ്റിക്കോ, ഞാൻ നിന്നോളാം പകരം. അതിനെന്തിനാണ് ടി വി കയറുന്നേ? വേറെ എന്തോട്ടാ പറ. വേറെ പ്രത്യേകിച്ച് അങ്ങനെ വെറൈറ്റി ഒന്നുമില്ല. നീ ടി വി കയറാനുള്ള റീസൺ കേറിയില്ലല്ലോ. അല്ല കേറണ ആഗ്രഹം. കേറണ ആഗ്രഹം എന്താ? നിന്റെ ആഗ്രഹം എന്താ? ഫുള്ള് പോസിറ്റിവിറ്റി ഉള്ള ഗാങ്, അതൊക്കെയാണ് റീസൺ. അപ്പൊ നമ്മുടെ ഗാങ്ങിനെ കുറിച്ച് വ്യക്തമായിട്ടൊരു അജണ്ട ഇല്ല ചേർക്കനെ, മനസ്സിലായോ? അജണ്ട ഉണ്ട്. അജണ്ട എന്ന് പറഞ്ഞ എന്ത്? അറിവ്. മോനെ ഞാനൊരു കാര്യം പറയട്ടെ, നീ ഒരു വർഷം കൂടെ കഴിഞ്ഞിട്ടോ മനസ്സിലായി. നിനക്ക് വ്യക്തമായ ഒരു അജണ്ട ഇല്ല എന്തിന് ഗാങ്ങിൽ കയറണമെന്നുള്ളതിന്. പിന്നെ നിനക്ക് പ്രത്യേകിച്ച് കഴിവുമില്ല. ഹെലികോപ്റ്ററിന്റെ സൈഡിൽ ഇരിക്കും, അവിടെ വണ്ടി ഓടിക്കും, ഇതൊക്കെ നമുക്കും അറിയാം. ഒരു വാറ് പ്ലാൻ ചെയ്യാറിയാവോ? നിനക്ക് ടി വിയെ കയറണം. എടാ ഞാനിവിടെ നാളെ ഒരു ബൂത്ത് തുടങ്ങാം. നാളെ ഞാൻ ഇവിടെ ഒരു ബൂത്ത് തുടങ്ങാം, മനസ്സിലായോ? എടാ ഞാനേ ഞാനിങ്ങനെ ഇരുന്നിരുന്ന് ആലോചിച്ച് ഞാൻ അവസാനം ചുമ്മാ കേറി നോക്കാം. എടാ പിന്നെ സുഖമല്ലേ എനിക്ക്? എന്തോ കുഴപ്പം? ഓരോ കുഴപ്പമില്ല. എടാ ഒരു മിനിറ്റ് ഉസ്മാനെ, നാളെ നമ്മള് KV നമ്മളെ അടിക്കാൻ വരുവാ. അപ്പൊ നമ്മുടെ IGL ആയിട്ടുള്ള അപ്പാപ്പനില്ല. IGL അപ്പാപ്പൻ അല്ലെങ്കിൽ ആരെങ്കിലും ആയിക്കോട്ടെ, ഇല്ല. വാസുവും അപ്പാപ്പനും ഇല്ല. ഉസ്മാനാണ് സിറ്റിയിലുള്ളൂ. ഉസ്മാൻ ഒറ്റയ്ക്ക് സിറ്റി നിൽക്കുക. അപ്പൊ ഉസ്മാനെ അവന്മാര് പിടിക്കാൻ വരുവാ. ഉസ്മാൻ എന്തോ ചെയ്യും? നമ്മളെ വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. ഒരു മിനിറ്റ്. ഉസ്മാൻ നമ്മളെ വിളിച്ചിട്ട് ആരും കിട്ടുന്നില്ല, എന്തോ ചെയ്യും? ഞാൻ ഒറ്റക്കുള്ളെങ്കിൽ കൈ പൊക്കും, കാണിക്കും. വേണ്ട കേട്ടാ. നീ എന്തോ ചെയ്യുന്നു? ഞാനാണെ അടിക്കും, ഒറ്റക്ക് എന്നാലും അടിക്കും. വാ കൊണ്ട് തളർത്തും. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ FA ക്വിറ്റ് അടിക്കണമെന്നാണ്. അല്ല അതെന്താന്ന് വെച്ചാൽ ഇനി ഈ ഉസ്മാനെ പിടിച്ചോണ്ട് അവന്മാരെ കക്കൂസ് കഴിപ്പിക്കാൻ പോകും. അതിന്റെ പണ്ട് നടന്ന ഓർമ്മയില്ലയോ? അഫേറ്റ് അടിച്ച് കുറ്റടിക്കും. എന്നാ ഞാൻ ആലോചിച്ച് ഉത്തരം അതല്ലായിരുന്നു. നീ FA അടിച്ച് കുറ്റടിക്കുമെങ്കിൽ നീ കയറണ്ട.
അയ്യോ എടാ നമ്മളിപ്പോ ഞാനൊരു കാര്യം പറയട്ടെ ആ മലയിന്ന് നമ്മുടെ ഗ്യാങ് ഹൗസിലോട്ട് വെടിവെക്കുക KVA-ക്കാര്. നിന്റെ കൂടെ ഇപ്പൊ ഒരു 10 പേരുണ്ട് ഗ്യാങ്ങില്. നീയാണ് പ്ലാൻ ചെയ്യണ്ടേ. അങ്ങനെ പറയരുത്. ഞാൻ പ്ലാൻ പ്ലാനിങ് അല്ലേ? നീ ഒരു പറ നല്ലൊരു പറ. പിന്നെ ഇവന്റെ സൗകര്യത്തിന് എടുക്കാം. ബാക്കി പറ. എങ്ങനെ അടിക്കും എങ്ങനെ അടിക്കും? വേറെ വഴി എന്താ? നമ്മള് മലയുടെ പിന്നിലേക്കൂടെ പോയി അടിക്കും. ഈ മലയുടെ പിൻഭാഗം എവിടെയാണെന്ന് അറിയാം എനിക്ക്. മലയുടെ പിൻഭാഗം മണ്ടക്ക. ഈ മലയുടെ പിൻഭാഗം ഒരു ഇങ്ങോട്ട് വന്നാണ്. അങ്ങനെ മേളിൽ നിക്കലായിരുന്നു പ്രശ്നമാണ്. അത് അണ്ടിയില്ലാത്തവൻ അണ്ടിയാണ് മുള്ള കുശുമ്പ കുഴപ്പമില്ല. ഹലോ ഞാനെന്തോ ബ്ലാക്ക് ഹോൾ ഉണ്ട്. അതിന് അച്ഛനല്ലല്ലോ മോള് ചെയ്യുന്നത്, ഞാനല്ലേ മോള് ചെയ്യുന്നത്. പേര് പറയപ്പോഴാണ് ബ്രോയുടെ പേരെന്താണ്? എടാ ആരുടെ പേര്? പച്ചമുടി. പച്ചമുടിയോ? അപ്പുക്കുട്ടൻ അപ്പുക്കുട്ടൻ അത് ഡീമണല്ലയോ ഇപ്പം? ഇല്ല ഡീമൺ ഇതില്ല. എന്താണ് അപ്പുക്കുട്ടന്റെ റീസൺ TV കയറാനുള്ള? അപ്പുക്കുട്ടൻ TV കയറിയാ? ഇവന് കയറാണെന്ന് ആഗ്രഹം. ഓ നിനക്കും ആഗ്രഹമുണ്ടോ അപ്പുക്കുട്ട? വ്യത്യസ്തമായിട്ട് നിനക്ക് ചെയ്യാനുള്ള കഴിവുകൾ എന്തെങ്കിലും ഉണ്ടോ? അല്ല അവനെ കണ്ടാലേ ഒരു കഴിവില്ലാത്തവനാണ്. എടാ അപ്പുക്കുട്ട പറയണോ കുറച്ച്? പാട്ട് പാടിയിട്ടാണല്ലോ നമ്മളിവിടെ ജീവിക്കുന്നത്. എടാ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ജീവന്നല്ലേ തോന്നി നിനക്ക്? തൈക്കുളം ബ്രിഡ്ജായിട്ടും തോന്നിയില്ല? പിന്നെ നമ്മൾ അതിനുവേണ്ടി അറിയപ്പെട്ടേക്കുന്ന ഒരു ഗ്യാങ്. ഇനി കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന് ആവശ്യമില്ല. വെറൈറ്റി ശബ്ദം പോലും കേൾക്കുന്നില്ല. നീ അത് ഒച്ചത്തിൽ ബേസ് ഒരു പവറിൽ സംസാരിക്കടാ. ഇങ്ങനെയാണോ മൈക്ക് ഇല്ലേലും നമ്മള് സംസാരിക്കണ്ടേ? മൈക്കില്ലാത്തൊരു പയ്യനാണെന്ന് എനിക്ക് ഭയങ്കര കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. എടാ കണ്ണാബി ഓ ജക്കേടാ എങ്ങോട്ട് വന്നേടാ? ഒരു കാര്യം പറയട്ടെ ഇതിന്റെ അടുത്ത്. ഇത് എടാ ഉസ്മാനെ എപ്പോ വരാ മോനെ? കണ്ണാപ്പി ഇപ്പൊ ഉള്ളൊരു കാര്യമല്ലേ, ഈ കോലൊക്കെ ഇട്ട് നടക്കുന്നവരെ കോമാളി എന്നാണ് തെറ്റി വിളിക്കാറ്. എന്നെ വിളിക്കത്തില്ല. അയ്യോ ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നല്ല, ഇവിടെ റെസ്പെക്ട് ഒന്നും ഇല്ല. റെസ്പെക്ട് എന്നെ കണ്ടാ മറ്റേ മുണ്ടഴിച്ച് നിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. അയ്യോ അതല്ലേ പണ്ടത്തെ കാലഘട്ടം അല്ല അണ്ണാ, മനസ്സിലായ? ഇപ്പോഴത്തെ കാലഘട്ടം ഇപ്പൊ ആർക്കെല്ലാം റെസ്പെക്ട് ഇട്ടോടാ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാ. അതാണ് പറഞ്ഞത്. പണ്ടത്തെ കാലഘട്ടത്തിൽ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലായ അവര് എപ്പൊ കേറിയാലും ഒരു ഇതിന് കിട്ടും. ഇപ്പൊ അങ്ങനല്ല. ഞാൻ കണ്ണപ്പിന്റെ കാര്യം ചോദിച്ചോട്ടെ. ഇപ്പം അച്ഛൻ കൊള്ളത്തില്ലാന്ന് പറഞ്ഞിട്ട് അച്ഛനെ മാറ്റാൻ പറ്റുമോ? ഇല്ല പറ്റത്തില്ല. അത് കണക്കാണ് എനിക്ക് ഡ്രസ്സും. പക്ഷെ ഒരു മീശയും വെച്ചേ, ഒരു കൊമ്പൻ മീശയും വെച്ച് ഒരു മുണ്ടും ഒരു ഷർട്ടും ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ തമാശയല്ല. നമുക്ക് നോക്കാം. കറുപ്പ് ഷർട്ട് വെള്ള മുണ്ട് ഒരു മീശ വെച്ച് വെച്ച് നമുക്ക് താല്പര്യമില്ല മനസ്സിലായോ? വെച്ച് നോക്കാൻ താല്പര്യമില്ലടാ. ഞാൻ വേറൊരു കാര്യം ചോദിക്കാൻ വന്നേ. ചന്ദ്രന്റെ കല്യാണം കഴിഞ്ഞ് കുഞ്ഞൊക്കെ ഉണ്ടോടാ? ഇവരൊക്കെ എന്ത് പെട്ടെന്നാടാ സിറ്റി വന്നിട്ട് കുഞ്ഞിനെയാക്കുന്നേ? ഇത് കഴിവുള്ളവരല്ലേ തരത്തിലുള്ള കൊച്ചിനെ ഉണ്ടാക്കും. ഉമ്മാർക്ക് ദത്തെടുത്താ സ്വന്തത്തിൽ ജീവിതത്തിൽ കഴിവില്ലെന്ന് മനസ്സിലാക്കി. നമുക്ക് റിലേഷന്റെ ഒക്കെ ആവശ്യമില്ല. നമുക്ക് പഴയ പോലെ കിടന്നാ പോരെ. ഇതിനാണ് റിലേഷനൊക്കെ. ഓ വരാൻ പറ്റൂല. വള്ളി വല്ലതും പിടിക്കാം. വള്ളി വല്ലതും പിടിച്ചാലും നമുക്ക് പഠിക്കാൻ പിള്ളേരുണ്ട്, മനസ്സിലായോ? സൂപ്പർ. ഏത് ഗ്യാങ് ആണ് നമുക്ക് അടിക്കാൻ പറ്റിയ ഗ്യാങ്? നമുക്ക് ഇപ്പൊ അങ്ങോട്ട് പോണ്ട, ഇങ്ങോട്ട് തന്നെ വന്നോളൂ ആരെങ്കിലും. ഉറപ്പല്ലേ? ഇല്ല അങ്ങോട്ട് കൊണ്ട് ആവശ്യമില്ല. ഇവിടെ
എടാ, ഈ ഉസ്മാനൊക്കെ സത്യം കണ്ണാപ്പി പറഞ്ഞാ മറ്റേ വണ്ടി ഇതിട്ട് ഏതോ ഇതിട്ട് ആണ്. അവനൊക്കെ നിന്നെ അടിക്കാനുള്ള ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ വിളി സംസാരിക്കണ്ടാ. കണ്ണാപ്പി. ഇല്ല എടാ ഇങ്ങോട്ട് വന്നോ പള്ളി നമ്മളായിട്ട് എടുക്കാൻ പറ്റും ഇങ്ങോട്ട് വന്നോ എടാ എനിക്ക് കാണ്ടുപിടിച്ചോണ്ടാ കീരി അവൻ എന്തിയടാ ആ കീരിച്ചായിട്ട് ഇപ്പൊ പെണ്ണിന്റെ കൂടെ ഇപ്പൊ കീരി ഇവിടെ ഇല്ലേ സിറ്റിയിലുണ്ടോ? അണ്ണ ഇപ്പൊ ഇല്ല ഇപ്പൊ ഇല്ല. അണ്ണൻ ഇപ്പൊ ഗീരിച്ചേട്ടന്റെ ഫ്രണ്ട് എന്ന് കഴിഞ്ഞാല് കീരിച്ചായിട്ട് പെണ്ണിന്റെ കൂടെ എടാ, നടന്ന് ഇതിനകത്ത് ഞാൻ വട്ടനായി. അറിഞ്ഞെന്ന് പറഞ്ഞ ഇതിനകത്ത് മൊത്തം സിറ്റിയിൽ ഇഷ്ടം പോലെ വനിതകളുണ്ടെന്ന്. പക്ഷെ ഞാൻ ആരെയും ഉണ്ട് കണ്ടിട്ടില്ല. ഉണ്ട് ഉണ്ട് അതുകൊണ്ട് ചറ കുറച്ചുകൂടി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ചറ പറഞ്ഞ പെൺപിള്ളേരാ. ഞാൻ കുറച്ച് പിന്നെ നേരത്തെ കൊറേ അല്ലേ കുട്ടികളുണ്ട്. അതെ അതെ നേരത്തെയാണ് വന്നത്. പക്ഷേ നിറച്ച് പിള്ളേരാണ് ഇവിടെ. ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആണ്. ഒന്നിനെ നോക്കി കഴിഞ്ഞാൽ ഒരു ട്രോഫി കൂടെ ഫ്രീ ആയിട്ട് കിട്ടും. ഞാൻ അത്രക്ക് മുമ്പിലൊന്നും അല്ല. മനസ്സിലായോ? ഇതാണ് തൊപ്പിയിലൊക്കെ കത്തിക്കാനാണോ? നമ്മളെ എന്നെ കത്തിക്കാനാണോ? അല്ല ഷർട്ടാട്ടാ ഷർട്ടാട്ടനാ? അണ്ണു, ഏത് ഷർട്ടാട്ടൻ? തിരിച്ചു വച്ചതാ. എന്തോന്ന്? ഒരു മിനിറ്റ്. എടാ ഉസ്മാനെ, ആ പറ. ആദ്യം നിന്റെ പേര് മാറ്റണം. ആ, എടാ ഇവൻ എന്റെ ഒരു മോച്ചായില്ലയോടാ. ഉണ്ട്. നിനക്ക് എത്ര ആ, വയസ്സുണ്ട്? ഉസ്മാനെ ഇത് നോക്കി. മാറ്റി നോക്കൂ. ആ, 16. നിനക്ക് എത്ര വയസ്സുണ്ട്? 16. 16. ആ അപ്പൊ കണ്ടിട്ടില്ല. അപ്പൊ ഞാനല്ല നിന്റെ അച്ഛൻ. അല്ലല്ല 16 വയസ്സേ ഉള്ളല്ലേ? ആ ആ എടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്തു പരിപാടി? ആ പറഞ്ഞു. ഞാൻ വെറുതെ നടക്കല ഷർട്ടാട്ടാ പരിപാടി. എന്തോ പക്ഷേ, അണ്ണു വെറുതെ അണ്ണോ വെറുതെ നടക്കല പരിപാടി. കൊള്ളാം. അണ്ണു ആ നമുക്ക് ഇവിടെ ഇങ്ങനെ മാനം നോക്കിക്കൊണ്ട് നിക്കേ. ഇല്ല ഇന്ന് ഏതെങ്കിലൊക്കെ കുറച്ചിറങ്ങാൻ കണ്ണാപ്പി എന്തോ ഒപ്പിക്കാൻ വേണ്ടി പോയി. ഇവിടെ ഫുൾ പെണ്ണുങ്ങളായിരിക്കും, കൊറേ പിള്ളേരുകളുണ്ട് ഇവിടെ. ചറ പറ പിള്ളേര്. എടാ ആ ചന്ദ്രന്റെ മകൻ അടക്കം ചന്ദ്രന്റെ മകനുണ്ടോ അതിനകത്ത്? ഉണ്ട്. ആ ചന്ദ്രന്റെ മകനാണ് ഇതിലത്തെ ലീഡർ പിള്ളേരുടെ ഫുള്ളും. ആന പശു അല്ലാണ്ട് റോഡ് വാങ്ങി അല്ലാണ്ട് ഹെൽപ്പ് മൃഗങ്ങളുണ്ട്. ചെയ്യ്. എനിക്ക് ഞാൻ വാങ്ങിക്കാടാ. കൊക്ക് ശശികൊക്ക് കൊക്ക് ശശികൊക്കിന്റെ ഇല്ല മറ്റന്ന് മറ്റേ പരിപാടി പോയിപ്പോ ഇന്നലെ പരിപാടി ഒരിക്കലും പാട്ട് പാടിയായിരുന്നു. കിടിലം മറ്റേ കണ്ണാപ്പി പറഞ്ഞത് ഉം. കാട്ടിൽ ഓടിപ്പിടിച്ച് ഒരു ഉണ്ടായിരുന്നില്ലല്ലോ ഇന്നലെ. ഉണ്ടായില്ലല്ലോ. ആ ഞാൻ ഉണ്ടായില്ല. ആ പിന്നെ ഇന്നലെ എടാ, കണ്ണാപ്പി എല്ലാവർക്കും പറഞ്ഞു. കാണാടാ. ഞാൻ എനിക്കൊന്നും ചെയ്യാൻ സ്റ്റേജിൽ പറ്റില്ല. കുറെ വെച്ച്. നാളായിട്ട് കയറിയുണ്ട്. ആ എടാ മോനെ ഞാനൊരു കാര്യം പറയട്ടെ. ആ പറ ഇവിടുത്തെ പോലീസുകാരൻ ആരാ? പോലീസുകാരനാ ഭരചന്ദ്രൻ ഭരത് സാറ്. ഭരചന്ദ്രൻ ഉണ്ടോ ഇപ്പം? ഭരചന്ദ്രൻ ഇല്ലാന്ന് തോന്നണ്. എടാ ഇവിടെ ആരെ ഉള്ളേ പിന്നെ? ചന്ദ്രൻ ഇല്ല, ഭരചന്ദ്രൻ വേറെ ആരൊക്കെ ഉണ്ട്. ഉസ്മാന്റെ ഇല്ല ഉസ്മാനെ ഞാനൊരു കാര്യം പറയാം. ആ, ഒന്നുമില്ല. ആ, ആ. എടാ വില്ലു, ആ എടാ എന്ത് ചെയ്യൂ ഇവിടെ? നമുക്ക് അണ്ണന് പുറത്ത് റോളില്ലേ? പുറത്ത് റോള് കിട്ടിയില്ല. റോള് ഞാൻ വാങ്ങിച്ചിട്ടില്ലടാ. വാങ്ങിച്ചിട്ടില്ല. ഇല്ല പുറത്തില്ലേ? ഞാൻ ആണ്ടില് ചങ്ക്രാത്തിക്കോ ഇല്ലേ കേറുന്നതിനകത്ത്. പുറത്തപ്പോ ആരെ ഉണ്ട് എന്നൊക്കെ പറയണ്ടായിരുന്നില്ല എല്ലാരും. പുറത്താ? ഓ എന്ത് പുറത്ത്? റോള് എടാ ഞാൻ എടുത്തിട്ടില്ലടാ. ഇല്ല അല്ലേ? ഇല്ല. അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ നിന്റെ അടുത്ത്. ഒരു കൊച്ചിന് അണ്ണനോട് സംസാരിക്കണം. ആ കൊച്ചിന് സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം. എന്തേ എവിടെ? ആരെടുത്ത് സംസാരിക്കണോന്ന് പറഞ്ഞിരിക്കുവായിരുന്നു. ഇതാരാ? ഇത് നടാശ നടേശനാ? നട്ടാശ. ആ നടാശ സംസാരിക്കൂ. ഇനി ആരുടെ കൊച്ചിന്റെ അച്ഛനാന്ന് തോന്നുന്നു. ആ നമ്മുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടോ? ഇല്ല. ആ. പ്രേമമോ? എനിക്കോ അങ്ങനൊരു സാധനമില്ല. അയ്യോ ആ പറഞ്ഞോ നടേശ. നടാശ പറഞ്ഞോ. എന്തിനു പറയാം? എന്തെങ്കിലും ചോദിച്ചു എന്നാലേ എനിക്ക് പറയാൻ പറ്റൂ. എടാ നീയല്ലേ പറഞ്ഞ ഈ കൊച്ചിന് എന്റെ അടുത്ത് സംസാരിക്കണോന്ന്? ആ വെറുതെ നിങ്ങൾ ഇൻട്രോവെറ്റ് ആണ് ഞാനൊന്ന് പറഞ്ഞു. എടാ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. മറ്റേതാണ് മറിച്ചതാണെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിട്ട് വന്നതാ. എന്റെ പൊന്ന നടേശ സത്യം പറഞ്ഞ നടേശനോ? ഒന്നടാശ. എന്റെ പൊന്ന നടാശ. എന്തേലും ആവട്ടെ. എടാ ഇത് ബുസ്മാനെ പോലും എനിക്ക് പേര് വിളിക്കാൻ പറ്റുന്നില്ല. മനസ്സിലായി? എനിക്ക് മറ്റേ ADSD ഉണ്ട്. ADSD പെട്ടെന്ന് പേര് വായി വരുന്നില്ല. അതാണ് അണ്ണോ നടാശ. നടാശ അപ്പൊ എന്ത് ചെയ്യുന്നു നടാശ? ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നു ചേട്ടാ. നമുക്കറിയാലോ. ഇതെന്റെ അപ്പൂപ്പൻ മരിച്ചപ്പോഴുള്ള കോമഡിയാണ് കേട്ടോ. ഞാൻ ചോദിച്ചത് പാഴ്സൽ അയച്ചതാ. എടാ ഇതേ ഇത് ഇവനാണ് ഇവൻ ഈ മന്ദാരാണ് ഈ ഓണ്ടിനെ വിളിച്ചു കൊടുത്തത്. എടാ മൂദേവി, നല്ല ഞാൻ നിന്റെ അടുത്ത് ഒരു കാര്യം ചോദിച്ചു. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു എനിക്ക് പെണ്ണെടുത്ത് സംസാരിക്കണോന്ന്. അണ്ണു ഞാൻ ഇൻട്രോവേർട്ട് ആണ്. നിന്റെ അടുത്ത് ആരാ പറഞ്ഞേ?
എടാ സത്യം പറഞ്ഞാണല്ലോ, ഞാൻ ഈ പെൺപിള്ളേരായിട്ടൊന്നും സംസാരിക്കാതെ ഞാൻ മര്യാദക്ക് ഇത്രയും നാൾ നിന്ന് ഗ്യാങ്ങിന് വേണ്ടി നിന്നിട്ട് ഇപ്പൊ ഞാൻ എന്റെ റെസ്റ്റ് ജീവിതം ആസ്വദിച്ചോണ്ടിരിക്കുക. അതിന്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ ഓരോരുത്തന്മാരെ വിളിച്ചോണ്ട് വന്നിട്ട് ഞാൻ ഇൻട്രോവേർട്ട് ആണ്, എന്റെ അടുത്ത് സംസാരിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞോണ്ടിരുന്ന ഇൻട്രോവേർട്ടിങ്ങിനെയാണ് പെൺപിള്ളേർക്ക് ഇഷ്ടം. എടാ ഇതാണെങ്കിൽ ആ കൊച്ചിന്റെ അടുത്ത് കാന്ന് പറഞ്ഞ കൂന്നാണോ മറുപടി പറയുന്നേ? സത്യം സംസാരിക്കും. എനിക്കാണെങ്കിൽ പെൺപിള്ളേരുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കണോന്ന് പോലും അറിയും. ഓ സോറി മോനെ, സോറി മൗസ് തൊടെ തട്ടിയതാ. അതെ അത് എടാ എനിക്ക് സത്യം പറഞ്ഞ പെൺപിള്ളേരുടെ എങ്ങനെ സംസാരിക്കണമെന്ന് പോലും അറിയില്ല. അതാണ് പറഞ്ഞത്, നമുക്കൊന്ന് ഒരു ട്രയൽ നോക്കാലോ. എടാ എനിക്ക് താല്പര്യം. ആ കൊച്ചു പോയി. എന്താണ് എടാ പണ്ടൊക്കെ ഡിമാൻഡൊക്കെ കുറഞ്ഞു കേട്ടോ എനിക്ക്. അതല്ലേ പറഞ്ഞ നമുക്കൊന്ന് വീണ്ടും എടുക്കണ്ടേ? എടാ സത്യം പറഞ്ഞ എനിക്ക് താല്പര്യം ഇല്ലണോ. ഒരു ബോങ്ങിരിപ്പുണ്ട്. ബോങ്ങ അല്ലല്ല എടാ നിങ്ങൾ അതൊക്കെ തുടങ്ങിയോടാ നിങ്ങള്. നടേശൻ പോയി നമ്മള് പോട്ടെ. വേറെ എത്ര പെണ്ണുങ്ങളുണ്ട് സിറ്റിയില്? ഉണ്ടല്ലോ. ഒരാള് പോയി 10 പേര് നമ്മള് കൊണ്ടുവരും. താല്പര്യമില്ല അതിന്. നീയൊക്കെ പോയി കഴിഞ്ഞാൽ മുട്ടുകാലടിച്ചു കൊടുക്കും ഞാൻ. മനസ്സിലായോ? ഇല്ല ഞാൻ എടാ നമ്മള് സത്യം പറഞ്ഞ ഈ ബാലനായിക്കോട്ടെ പിന്നെ സ്നൈപ്പ് ആയിക്കോട്ടെ ഇവന്മാർക്കൊന്നും കഴിവില്ല. മനസ്സിലായോ? സത്യം. ഇവിടെ നമ്മുടെ ഗ്യാങ്ങിലുള്ള ഉദ്ദേശം എന്തോ, നമ്മൾക്ക് ജീവിക്കണം, പൈസ ഉണ്ടാക്കണം, പവർ വേണം, ഇതൊക്കെയാണ് നമ്മുടെ. പെണ്ണിന്റെ പുറകെ പോയാ നമ്മള് വെറും മൂശന്മാരാവും. മനസ്സിലായോ? സത്യം കേട്ട സത്യം. മന്ദാരത്തിന് ഗേൾഫ്രണ്ട് ഉണ്ട്. ഇപ്പൊ ജനിച്ച പിള്ളേര് മറ്റേ വള്ളി ട്രൗസർ ഇട്ടേക്കുന്ന കണക്ക് തോളി ഇട്ടേക്കുന്നേ. അത് ബെൽറ്റാണ്. ബെൽറ്റാ? നടുവേദനയുടെ ബെൽറ്റാണ്. ആ നേരെ ഒന്ന് കിടക്കാൻ പോലും പറ്റാത്തവന് അവനൊക്കെ പ്രേമം. എടാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇതിനടുത്ത്. ആ നടേശനെ ഇങ്ങോട്ട് വിളി. ഞാൻ പോയി വിളിക്കട്ടെ. വിളിക്ക്. നിനക്ക് ഗേൾഫ്രണ്ട് എനിക്ക് ഗേൾഫ്രണ്ട് ഇല്ലടാ. ഇല്ല ഇല്ല. എവിടെ ഉറപ്പാണ്. എടാ എനിക്ക് ഇവിടെ ഇല്ലല്ലോടാ മന്ദാരം. എടാ ആ കുട്ടി വരുമ്പോ ഉണ്ടല്ലോ, എടാ നടേശം വരുമ്പോ ഉണ്ടല്ലോ, നമ്മൾ കുറച്ചേരം ഇങ്ങനെ മിണ്ടാതെ നിക്കണം. കേക്കുന്നുണ്ട്. നമ്മളിങ്ങനെ നിരന്ന് നിൽക്കണം. മനസ്സിലായോ? എടാ ഉസ്മാന് ശരിക്കും എന്റെ ഒരു ചായ ഉണ്ട് കേട്ടോ. ചെറുതായിട്ട് 16 വയസ്സ്. ഏതെങ്കിലും ഒരു വഴി മുടിയും കൂടി മാറ്റി വെക്കിയാൽ ചിലപ്പം പക്ക കോപ്പി ആയിരിക്കും. ആ സത്യം കേട്ടാ. പക്ഷെ അല്ലല്ല കണക്ക് തെറ്റാണ്. എടാ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഇപ്പൊ ഇറന്നിരിക്കും. മരൊക്കെ പെണ്ണിന്റെ കൂടെ ആയിരിക്കും. ഈ മന്ദാരം, സ്നൈപ്പ്, ബാലൻ, മരൊക്കെ പെണ്ണിന്റെ കൂടെ. ഇപ്പോഴും പെണ്ണ്, കൊച്ച്. ബാലനൊക്കെ 3 ഗേൾഫ്രണ്ട് ഉണ്ടെന്നാണ് അറിവ്. എടാ ഞാൻ സ്നൈപ്പിന് ഗേൾഫ്രണ്ട് ഒരു കൊച്ചുണ്ട് സിറ്റിയിൽ. എടാ ഞാൻ ഇതൊന്നും പറയുന്നില്ല. കാരണം എന്താന്ന് വെച്ചാല് മനുഷ്യന്മാരാണ്, നിങ്ങളൊക്കെ മനുഷ്യന്മാരാണ്. നിങ്ങൾക്കൊക്കെ നിങ്ങളുടേതായ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഒരു പോയിന്റ് എത്തുന്ന സമയത്ത്, വലുതാവുന്ന സമയത്ത് നിങ്ങൾക്ക് പെൺപിള്ളേർ വേണമെന്നും അത് വേണമെന്നും പറ്റന്മാരൊന്നും ഇല്ലല്ലോ നമ്മുടെ കൂട്ടത്തിൽ. സാവേജ് എന്തോ ഉണ്ടായിരുന്നു. ഒരു മിനിറ്റ് നിങ്ങളവിടെ നിൽക്കും. ഞാൻ ഒറ്റയ്ക്ക് സംസാരിച്ചിട്ട് വരാവേ. നടാശ കുട്ടി ഇങ്ങോട്ടൊന്നും വരും ഒറ്റയ്ക്ക്. പിന്നെ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞ കേട്ടോ, എന്റെ മൂവി കയറി ഇടിക്കരുതെന്ന്. അവനെ കൊല്ലടാ. വേണ്ട കൊച്ചു നടാശ ഇങ്ങോട്ടൊന്ന് വരും. നടാശ ഞാനാ. അതെ കുട്ടി, ഞാനൊരു കാര്യം പറയട്ടെ. കുട്ടിക്ക് എടുത്തയാട്ടം കുറച്ച് കൂടുതലാണോ? ലേശം. കുട്ടിക്ക് അഹങ്കാരം ഉണ്ടോ? നല്ല രീതിക്കുണ്ട് കേട്ടോ. ആ അതെന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിലാരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. നിങ്ങളൊക്കെ എങ്ങനെ വീട്ടിൽ ആരും ഇല്ലാണ്ട് പൊട്ടി മുളച്ചാണ് ഇവിടെ വരുന്നത്? ഏതെങ്കിലും ഗ്യാങ്ങിലുണ്ടോ? എല്ലാരും പോയി. ഗ്യാങ്ങിലുണ്ടോ? ഒരു ഗ്യാങ്ങിലും ഇല്ല. ബോയ് ഫ്രണ്ട് ഉണ്ടോ? ഇല്ല, ഇതുവരെ ഇല്ല. ആദ്യമായിട്ടാണ് ഞാൻ ഒരു പെണ്ണിനെ ബോയ് ഫ്രണ്ട് ഇല്ലാതെ കാണുന്നത്. ഇവിടെ കണ്ടോ എല്ലാവർക്കും ബോയ് ഫ്രണ്ടും ഉണ്ട്, കുട്ടികളും വരെ ഉണ്ട്. നടേശന് നടാശ കുട്ടിയുണ്ടോ? എനിക്ക് കുട്ടിയും പട്ടിയൊന്നും ഇല്ല.
എനിക്കൊരു കൊക്കുണ്ട് കൊക്ക് പെറ്റായിട്ട്. കൊക്ക് സംസാരിക്കുന്ന കൊക്കാണോ? ആ ആ ശശികൊക്ക്. ഹാശ്യേ ഹാശ്യേ എന്ത് ശശികൊക്കാണോ പെറ്റ്? ആ ശശികൊക്കുണ്ടോ ഇവിടെ? ദത്തെടുത്തത് അവനെ. എടേ അപ്പൊ എലി അറിയാവോ? ഇല്ല അറിയില്ല അതാരാ? അയ്യോ എടേ sorry. മറ്റേ ഈ പ്രിൻസിപ്പൾ ആയിട്ടുള്ള മറ്റേ സ്കൂളൊക്കെ നടത്തുന്ന എലി. ഞാൻ കേട്ടിട്ടുണ്ട് കണ്ടിട്ടില്ല. എടാ, അപ്പൊ കുട്ടി എന്റെ കൂട്ട് പുതിയതാണോ സിറ്റി? ആ ഞാൻ അന്ന് 3 days ആവുന്നുള്ളൂ. എന്റെ കണ്ണാടിയിൽ അവൻ കൊണ്ടുപോയി. കണ്ണാടി തിരിച്ചെടുക്കണം എന്ത് ചെയ്യണം? കണ്ണാടി തിരിച്ചെടുക്കണമെങ്കിൽ കണ്ണാടി തറയിൽ എവിടെയെങ്കിലും കുട്ടി കണ്ണാടി തിരിച്ചെടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം F2 നിൽക്കാം. അണ്ണു ആ മോനെ ഒരു മിനിറ്റ് എടാ അല്ല ഞാൻ ഒന്ന് ഇറങ്ങുവാണേ. എടാ പോലടാ. ഞാൻ വരും ഒരു 10 മിനിറ്റിനുള്ളിൽ വരും. എടാ ഇത് ആരാടാ ഈ ഡ്രോൺ ഒക്കെ പുറത്തുനിന്നേ? മന്ദാരമായിരിക്കും കള്ളൻ. എടുത്തോ. അണ്ണു പോട്ടെ 3 days ആള് വന്നിട്ട്. അതെ അതെ വൈ 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 ഒന്ന് വൈ 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 ആ വൈ നിക്ക് വൈ നിക്കുമ്പോ കണ്ണാടി ഉണ്ടാ? ഇല്ല വയലിൽ കണ്ണാടി ഇല്ല. എന്റെ പൊന്നു ആ, കുഞ്ഞെ വയലിൽ നടുക്കൊരു കണ്ണാടി എക്സ് കണ്ടോ? എക്സ് കുട്ടിയെ വൈ കണ്ണാടിയുടെ നിക്കുമ്പോ പടം വൈ നെക്കി പിടിക്കുമ്പോ ഒരു എക്സ് കണ്ടോ? ഒരു എക്സ്. കണ്ട് ആ ആ കണ്ണാടിയിൽ നിക്കിയാ മതി. ഞാൻ ഞെക്കുന്നുണ്ട് വരുന്നില്ല. ഞക്കല്ല ഞെക്ക്. ആ ഞാൻ ക്ലിക്ക് ചെയ്യുന്നുണ്ട് വരുന്നില്ല. കണ്ണാടി അന്ന് വരി. ഞാൻ ലാസ്റ്റ് ഒരു ഐഡിയ പറഞ്ഞുതരാം കുട്ടി. ആ അത് ചോദിക്കാം. കുഴപ്പമില്ല, ഞാൻ ഇനി അതെ ഷോപ്പിൽ നടാശ കണ്ണാപ്പി അറിയാവോ? ആവശ്യമില്ലാത്ത പണിക്ക് പോണ്ട. ഇന്നലെ പോയി എനിക്ക് പണി കിട്ടി. കണ്ണാപ്പി അറിയാവോ? ഓ എനിക്കറിയാം കണ്ണാപ്പി. തിരുവനന്തപുരമാണോ സ്ഥലം? ഓ ഓ എന്തൊരപ്പി സുഖങ്ങൾ തന്നെ. അണ്ണാ സുഖങ്ങളൊക്കെ നിങ്ങളെവിടെ? പറ്റിച്ച് കഞ്ഞിയൊക്കെ കുടിച്ചാ? വാ പഴങ്കഞ്ഞിങ്ങളൊക്കെ കുടിച്ചണ്ണാ. തിരുവനന്തപുരത്ത് എവിടെ? ഞാൻ ഇപ്പൊ ഇവിടെ നിക്കണ ഞങ്ങളെ മുന്നില്. ഇത് എന്തോ ആ സോറി നമ്മള് സിറ്റിയിലാണല്ലേ. അപ്പി പിന്നെ സംസാരിക്കാം. ഓ അണ്ണാ നിങ്ങള് പോയിട്ട് വരി. ആ ശരി ഇങ്ങോട്ട് വന്നാണ് മന്ദർ ഇങ്ങോട്ട് പോടാ. എടാ ഇതേ ഇത് 3 ദിവസമായിട്ട് സിറ്റി വന്നിട്ട് മനസ്സിലായോ? ഇതിന്റെ അടുത്തൊക്കെ കേറി വല്ലതും സംസാരിച്ചു കഴിഞ്ഞാ എടാ ഞാനേ ചെന്ന് നമ്പർ എങ്ങ് വാങ്ങിച്ചാലോ? നല്ലൊരു കാര്യം. ഞാൻ എടുക്കട്ടെ. ഉസ്മാനെ ഊപ്പനാവരുത് കേട്ടോ. ആറ്റിറ്റ്യൂഡ് കൂടുതലല്ല. ആറ്റിറ്റ്യൂഡ് കുറച്ച് കൂടുതലാണ്. അതാണ് കിട്ടില്ല മനസ്സിലായോ? വേറെ നടേശാ ഫോണുണ്ടാ? ഓ ഫോണുണ്ട്. ആ നമ്പർ ഇങ്ങോട്ട് തരി. ജസ്റ്റ് മിനിറ്റ്. ഫോണ് എന്റെ ഉണ്ടോന്ന് ആദ്യം ഞാൻ ചെക്ക് ചെയ്യട്ടെ. ഫോണൊന്നും ഞാൻ നോക്കിയിട്ടില്ല. എടുത്തു വെച്ച് മൂടുപോയി. അതിനതൊന്നും അറിയില്ലാന്നോ? എടാ ആകെപ്പാടന്ന് 3 ദിവസമായുള്ളൂ വന്നിട്ട്. വെല്ലു എടാ നിന്റെ നമ്പർ എനിക്ക് എന്തിനാടാ? അല്ല ഞാൻ ചുമ്മാ തന്നെ. ചുമ്മാ തന്നു മോനെ. ഞാൻ ആക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ അണ്ണോ ആശുപത്രിയില് പോയിട്ടാ. ആശുപത്രിയിൽ പോട്ടെ. സ്മോക്ഡ് സരള. അത് മറ്റേ സ്മോക്ഡ് സരള ഇപ്പൊ അതിനകത്തൊന്നും വരത്തില്ലെന്ന് തോന്നുന്നു. വിളിച്ചിട്ട് കിട്ടുന്നൊന്നുമില്ല. അപ്പി ഫോൺ ഉണ്ടാ? ഫോൺ സെറ്റ് മിന്നലാണത്. മിന്നൽ നട്ടാശ. മിന്നൽ നട്ടാശയാണോ ഇത്? ഓരോരോ ആൾക്കാര്. ഞാൻ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ആർക്കും ഒരു പെണ്ണിന് നമ്പർ വായിക്കുന്നത്. കുഴപ്പമില്ല. എടാ ഹലോ നട്ടാശ വല്ലതും നടക്കൂ? ഹലോ അണ്ണു ഈ ഫോൺ മാറ്റി ഐഫോൺ എടുത്ത്. എടാ എനിക്ക് ആൻഡ്രോയിഡ് ആണ് ഇഷ്ടം. കൊച്ചു കാങ്ങിലുള്ള ചെറുക്കനെ മറ്റേ കയ്യിൽ നിന്ന് വെക്കല്ലോ അറിയണ്ടായ പോലും എടുത്ത് വെടി വെച്ച് ഞാൻ കൊണ്ടുപോയേ. നീ ഏതാ? സോറി. ആ ഇവിടെ കിടന്ന് പിടഞ്ഞു ചാണെങ്കിൽ ആ അടങ്ങി നിക്ക്. എന്ത് ഫോൺ ഇട്. നമ്പരാ? ഫോണിട്. പെണ്ണുപിള്ള ഞാനൊരു കാര്യം പറഞ്ഞു. എങ്ങനെ ചെറുക്കന്മാരെ തോട്ടമുണ്ടല്ലോ. തോക്കടാ കൈ വെക്കേ. എവിടെ പോന്ന്? ഞാൻ ഇവിടെ നിൽക്കാം. നിങ്ങൾ എന്റെ അടുത്ത് വരല്ലേ? ആ അടുത്തടാ അത് മാറിക്കട്ടെ. മന്ദാരം നീ അങ്ങനെ തോക്ക് കൈ പിടിച്ചോ. എടാ എല്ലാണോ തോക്കട്ടാ? പെട്രോളോ തീല ഗഡി നീ തോക്കണ്ടേ? ആ ഫോൺ ഇട്. നമ്പർ ഷെയർ ചെയ്ത് വന്നോ നോക്ക്. നമ്പർ ഷെയർ ചെയ്ത് വന്നോ നോക്കാന്ന് പറഞ്ഞാൽ വന്നിട്ടില്ല.
ഉസ്മാനെ ഷെയർ ഉസ്മാനൊന്നും ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഫോൺ എടുത്ത് ഷെയർ ആക്കി മറ്റേ ചിലപ്പോ വരുത്തില്ല. ആ അല്ല പിന്നെ ഇടിക്കുന്ന എടാ വില്ലു, ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞടാ തോക്ക് എടുത്ത് വെക്കാൻ. നീ എന്തിനാണ് ഫോൺ എടുക്കുന്നേ? എടാ 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 ഞാൻ എടുത്തില്ലേ, ഞാൻ നമ്പർ ഒന്നും കൊടുത്തില്ലേ സത്യം. അപ്പൊ ഞാൻ ഈ നമ്പർ വാങ്ങിച്ചു വെക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? നമ്പർ തന്നിട്ട് പറഞ്ഞു തരാം. ഓക്കെ ഓക്കെ. ഞാനും വാങ്ങിച്ചു വെക്കാറുണ്ട്. ആ ഉസ്മാനെ ഉസ്മാനെ ആ അതെ ആ പിങ്ക് മുടി അണ്ണ അണ്ണന്റെ പേരെന്തിര്? ജോക്കർ. ജോക്കർ. നൈസ് ടു മീറ്റ് യു. ആ നൈസ് ടു മീറ്റ് യു. അപ്പൊ അപ്പി ഫോൺ എടുത്ത് നമ്പർ തരുന്നുണ്ടോ ഇല്ലയോ? നമ്പർ എങ്ങനെ എടുക്കണ്ട അതൊന്ന് പറഞ്ഞു. ആ വില്ലു മോനെ ഗൈഡർ വില്ലു. ഞാൻ പറഞ്ഞോ. പറഞ്ഞോട് പറഞ്ഞോട്. ആ നിക്ക് ഞാൻ ഈ ചീള് കേസ് ഒന്നും പറഞ്ഞു. ഫോൺ എടുത്തേ മറ്റേ കോണ്ടാക്ട്സ് ഇങ്ങനല്ലേ അത് നമ്മുടെ പേരുണ്ടോ? അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഷെയർ ഉണ്ടോ? എന്നിട്ട് അവിടെ പേര് കാണിക്കുന്നത് മറ്റേ TV ജോക്കർ എന്ന് കാണിക്കും. വില്ലു കാണിക്കുന്നു. വില്ലുവിനും ആർക്കും ഉസ്മാൻ ഒന്നും കൊടുക്കണ്ട. എന്തെങ്കിലും മിന്നൽ നടാശ. ആ അപ്പം ശരി അപ്പൊ ശരി എന്നാ ശരി 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 പോയിട്ട് വാപ്പി. ആണോ അങ്ങോട്ട് ഷെയർ ചെയ്തില്ലേ? ഇല്ല വേണ്ട അല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ താല്പര്യമില്ല. മനസ്സിലായോ? എടാ വില്ലു, ഞാനൊരു കാര്യം പറഞ്ഞത് ഇനിയിപ്പം ഈ പെണ്ണങ്ങാണ് അബദ്ധത്തിൽ എന്നെ എവിടെയെങ്കിലും വെച്ചിട്ട് കാണണ്ട് സംസാരിക്കുമ്പോൾ വിളിക്കുന്ന സമയത്ത് ഈ പെണ്ണ നമ്പർ എന്റെ ഉണ്ടെങ്കിലേ പിന്നെ ആ പെണ്ണ സംസാരിക്കണ്ടല്ലോ. മനസ്സിലായോ? ഇപ്പൊ ചോദിക്കുന്ന പേര് അറിഞ്ഞാ പോരെ? അണ്ണ അടുത്തൊരു കുട്ടിയുണ്ട് ദേവകി വർമ്മ. ദേവകി. ഹലോ ഹലോ ഇതാര്? അവന്മാര് ഹലോ ആ ഹലോ 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 ജോക്കിയല്ലേ? ആ അതെ 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 സംസാരിച്ചോ പറഞ്ഞു. ദേവകിക്ക് എന്ത് പ്രശ്നം? എന്റെ പേര് ദേവകി മാത്യു വർമ്മ. ദേവകി മാത്യു വർമ്മ. ഉസ്മാൻ ഇവിടെ സംസാരിക്കാൻ കൊണ്ടുവരും. ഉസ്മാനെ ഒരു കാര്യം പറയാം. പനയുടെ മോളിൽ കയറ്റുവേ ഞാൻ. ഇല്ല ആ ഉസ്മാനെ പറയൂ. ഉസ്മാനല്ല ദേവകി പറയൂ. എന്നെ ദേവക്കുട്ടി എന്നെല്ലാരും വിളിക്കാം. ഓ എനിക്ക് താല്പര്യമില്ല, ദേവകി എന്ന് വിളിച്ചോളാം. ഓക്കെ. അണ്ണന് സുഖാണോ? ഷുഗർ ഒന്നും ഇല്ല മോളെ, ഞാനിങ്ങനെ ജീവിച്ചു പോകുന്നു. അയ്യോ സുഖമാണോ? ഓ സുഖമാണോ? സുഖം സുഖമാണ്. ആ സുഖമാണോ? ദേവകിക്ക് സുഖമാണോ? ഓഹോ കുഴപ്പമില്ല. എന്താണ് പേര്? ദേവകി മാത്യു വർമ്മ. കൊല്ലല്ലേ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നല്ലോ, DNB. ഇല്ല ആ പിന്നെ ദേവകി എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു? കുഞ്ഞുണ്ടോ? കുഞ്ഞില്ല. ബോയ് ഫ്രണ്ട് ഉണ്ടോ? ഇല്ല ബോയ് ഫ്രണ്ട്. വീട്ടിലാരൊക്കെ ഇരിക്കുന്നു? വീട്ടിലാരുമില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാനിപ്പോ പരിചയപ്പെട്ടത് 5ാമത്തെ ആളാണ്. വീട്ടിലാരും ഇല്ലാതെ ഇവിടെ നിൽക്കുന്നത്. നിങ്ങളൊക്കെ പൊട്ടി മുളച്ചാണോ ഉണ്ടാവുന്നത്? സത്യം ഇവിടെ ആരുമില്ലാന്ന്. ഇവിടെ കുട്ടിക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല കേട്ടോ. സിറ്റി വന്നിട്ട് എത്ര ദിവസമായി? സിറ്റിയിൽ വന്നിട്ട് ഒരു 5-6 മാസമായി. 5-6 മാസമായി. അച്ഛനും അമ്മയുടെ പേരെന്താണ്? അച്ഛൻ്റെ അമ്മയുടെ പേരെന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. പറയാം. അമ്മയുടെ പേര് ദേവിക വർമ്മ. അമ്മയുടെ പേര് ഡേവിഡ് മാത്യു. അമ്മയുടെ പേരാണ്. ഓ അമ്മയുടെ പേരിനകത്തൊന്നും ഒരു ഐ മാറ്റി ഇപ്പുറത്തോട്ടിട്ട് ഐ എടുത്ത് അപ്പുറത്തിട്ട്. അതെ. ഓ മാൻ ഫാന്റാസ്റ്റിക് സൂപ്പർ. എന്റെ പേര് ദേവകി മാത്യു വർമ്മ. അച്ഛന്റെ പേര് ഡേവിഡ് മാത്യു. അമ്മേന്റെ പേര് ദേവിക വർമ്മ. ഉസ്മാനെ ഇത് പഠിച്ചു വെക്കോ കേട്ടോ, നാളെ ചോദിച്ചാൽ പറയണം. അപ്പം എന്താണ് പരിപാടി സിറ്റിക്കകത്ത്? പണിവല്ലോ ഉണ്ടോ? ഇല്ല പണിയൊന്നുമില്ല. നമ്മളെ പോലെ ഫോട്ടോഗ്രാഫറാണ്. എന്നാ പിന്നെ ഫോട്ടോ എടുക്കട്ടെ. നമ്മളിങ്ങോട്ട് നിന്നാടാ. വില്ലുമോനെ ഇങ്ങോട്ട് വന്നോ. വില്ലുമോനെ ഉസ്മാനെ വന്നോ? ഉസ്മാനെ നിന്നോ? മോളെ നിൽക്കി. വലിയ ഗുണമൊന്നുമില്ല. എല്ലാരും നോക്കിട്ട് അതിലേക്ക് തെരഞ്ഞെടുക്കാം. പിന്നെ ഞാൻ അതിനൊന്നല്ല ഉടക്കുന്നത്. എടാ എന്റെ മോളിൽ കയറി നിൽക്കി. ഒരു മിനിറ്റ് കുട്ടി, ഒരു മിനിറ്റ്. ഫോട്ടോഗ്രാഫി സ്കിൽസ് നോക്കട്ടെ. എടാ ഉസ്മാനെ പോസ് ഒന്നും വേണ്ട, മനസ്സിലായോ? അണ്ണു ഞാൻ അവിടെ നേരത്തെ കണ്ടവന്മാരാരാന്നറിയോ? നീ നേരെ നിക്കൂടെ? ദേവകി കുട്ടി, ഈ ഉസ്മാൻ നിക്കുന്നത് കറക്റ്റ് അല്ലല്ലേ? നിനക്ക് എന്റെ കൂടെ നടക്കണമല്ലേ? പാറമോളിലോ? വില്ലുമോനെ നമുക്ക് പോകണം. അവിടെ ഇവിടെ നിന്നാ മതിയോ? നല്ല ഫോട്ടോ. വില്ലുമോനെ നല്ല ഫോട്ടോ എടുക്കണ്ടേ? എന്താ
എടാ സത്യം പറഞ്ഞാടാ മന്ദാരം ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. എന്നാ ഇവനാണ് ടിവിയിൽ നമ്മ ഇവനെ എങ്ങനെ ടി വി എടുക്കുവാണെങ്കിൽ ഞാൻ അന്ന് ഇറങ്ങും. ചുമ്മാ പറഞ്ഞ കേട്ടോ, ചെറുക്കനെ ഒരു സംസാരം ഉണ്ടെന്നേ ഉള്ളൂ, പാവമാണ്, കഴിവൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? ഞാൻ കുറെ നാളെ ആപ്പ് കയറിയിട്ട്. പെട്ടെന്ന് സൂര്യനെ ഇപ്പൊ പോകും. ആ സൂര്യൻ സൂര്യൻ. ആ ദേവകി മോളെ ഒരു മിനിറ്റ്. ദേവക്കുട്ടി എന്ന് വിളിക്കണോ? എന്റെ പട്ടി വിളിക്കും ദേവക്കുട്ടി. ഈ കല്ല് മതി, ഈ കല്ല് മതി. ആ ഈ കല്ല് മതി, ഈ കല്ല് മതി. ഇങ്ങോട്ട് നോക്കാം. എടേ വന്ന് മന്ദാരം നിക്ക്, മന്ദാരം കേറ്, മന്ദാരം താഴെ ഇരിക്കാം. എന്നാ ഞാനും താഴെ ഇരിക്കാം. എടാ നില്ല അവിടെ ഓ നിൽ. കുട്ടിക്ക് മലയാളം അത്ര അറിയത്തില്ലല്ലേ? കുറച്ച് കൊരക്കാനറിയുള്ളൂ. ഗേൾസിനോട് മാന്യമായി പെരുമാറണം അല്ലേ? മാന്യമായി പെരുമാറാൻ അങ്ങോട്ട്. ഇരിപ്പം അങ്ങോട്ട് ശരിയല്ല. നമ്മള് ജഡ്ജ്മെന്റൽ ആവരുതല്ലോ. കുട്ടി എടുക്കൂ കുട്ടി. സത്യം സത്യം. കുട്ടി എന്നെ ഉഷ്മാൻ എന്നെ അടിച്ചേക്ക് നിക്ക്. ഉഷ്മാൻ ഓക്കെ ഉഷ്മാൻ എന്നെ പറഞ്ഞ് സ്നൈപ്പിന്റെ മടി കയറി ഇരിക്കാനല്ല ഉഷ്മാൻ. ഓക്കെ അല്ലേ? അണ്ണു കീരിസൈറ്റ് വന്നേ, കീരിസൈറ്റ് വന്നിട്ടേ. എങ്ങനുണ്ട്? ഇത് കൊള്ളാല്ലേ? അയ്യോ ഇതെന്താ എവല്യൂഷനാ? ഇതെന്തൊരു എവല്യൂഷൻ? ആദ്യം കൊരങ്ങൻ, എല്ലാം കാണാം. ദേവകി എടുത്തെടുത്ത് ഓ അത് എടുത്താ. ദേവകി സൂം ചെയ്തല്ല എടുത്തു. സൂം ചെയ്തിട്ട് എടുത്തേ. എനിക്ക് ഒന്ന് അയച്ചാ ഫോട്ടോ നോക്കട്ടെ. ഹലോ അണ്ണോ അണ്ണോ അന്താരത്തിന് അയച്ചിട്ടേക്കാം. അണ്ണോ മറ്റോമാരവിടെ ഉണ്ടായോ? ഏതാ എടി നീ കുറെ നേരിട്ടല്ലോ ഏതവന്റെ എടാ വില്ലു നിന്റെ നമ്പർ ഞാൻ ദാ ഒന്നിലേക്ക് അണ്ണൂന്റെ കട്ടൗട്ട് വെച്ചില്ലേ? ആ അപ്പൊ അടിയിൽ വന്ന് മേളിലോട്ട് നോക്കി അവന്മാര്. എനിക്ക് അറിയാടാ, അതാ അതിന്റെ ഇതിനകത്തുള്ള സംസാരിക്കാൻ പറ്റില്ല. അവന്മാരെ ഞാൻ കണ്ട്. എടാ ഇതിനകത്ത് എങ്ങനെയാടാ കിട്ടുന്നേ? മദാര ഉച്ചി മെസ്സേജസിൽ പോയി നോക്ക്. മസാജോ എനിക്ക് ഷെയർ ചെയ്യ്. മെസ്സേജ് അത് ഇരിക്കട്ടെ. എടി എനിക്ക് മദാര ഉച്ചിയുടെ നമ്പറാണ് കിട്ടിയത്. ഓക്കെ വിട്. എന്നിട്ട് അണ്ണ എനിക്ക് ഷെയർ ചെയ്യ്. ഇവിടെ എടാ ഈ ദേവതേ. ആ കിട്ടി നോക്കട്ടെ. അണ്ണു കീരിസൈറ്റ് വരെ, വെയിറ്റ് കീരിസൈറ്റ് വരെ. ഒന്നല്ല ഇനിയുണ്ട്. ഇനിയുണ്ടോ? കൊച്ചു ഫോട്ടോ എടുത്ത് നടത്താൻ തോന്നല്ല. അണ്ണു ദേ വട്ടുള്ള ആള് വരുന്നു, വട്ടുള്ള ആള് വരുന്നു. കീരിസൈറ്റ് വരുന്നു, കീരിസൈറ്റ്. ദേവകി കൊള്ളാം കേട്ടാ. അമേസിംഗ് ആയിട്ടുണ്ട്. ഇടയ്ക്ക് നമുക്ക് കിരണന്റെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. കീരിയുടെ ഫോട്ടോ എടുക്കാത്ത പെമ്പിള്ളാരെ സിറ്റിയിലെന്ന് എനിക്കറിയാം. ഇത് നോക്കി, ഈ ഫോട്ടോ നോക്കി. ഫോട്ടോ നയിച്ച് നോക്കട്ടെ. ഇതെന്തിനാ നമുക്ക് ഫോട്ടോ നോക്കട്ടെ. കിരണന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഷഡ്ഡിയുടെ ഒരു മിനിറ്റ് കീരി, ഈ ഫോട്ടോക്കകത്ത് ഷഡ്ഡിയുടെ ഇലാസ്റ്റിക് ആണോ അതോ ബെൽറ്റ് ആണോ? ബെൽറ്റ് അല്ലേ? അപ്പൊ നീ നിങ്ങൾ ഇപ്പം ബെൽറ്റ് ഒക്കെ ചന്തിയിലാണോ കിട്ടുന്നേ? മൂഞ്ചനാവരല്ലേ? കീരി ഇങ്ങോട്ട് വന്നേ കീരി. ഒരു മിനിറ്റ് മോനെ വില്ലു മന്ദാര ദേവകി. അപ്പൊ ദേവകി കാണാം. ദേവകി പൊക്കോ. ഉസ്മാനെ ഒന്ന് നിക്ക്. കീരി ഇങ്ങോട്ട് വന്നേ. ഇത് എപ്പോ എത്തി അറിഞ്ഞില്ല. കീരി ഞാൻ നിന്നെ പോസിറ്റീവ് വന്നപ്പോ തൊട്ട് നിന്റെ കാര്യങ്ങൾ നിന്നെ വിളിച്ചോടാ വില്ലു മോനെ. ഒരു മിനിറ്റ് സിറ്റി കയറിയപ്പോ തൊട്ട് നിന്നെ കുറിച്ച് മാത്രമേ കേൾക്കാറുള്ളൂ. നിനക്ക് തലയ്ക്ക് ഓളമാണ്. നീ ഒറ്റയ്ക്ക് സംസാരിക്കുന്നു. നീ ഏതോ റാഷിദുമായിട്ട് പ്രേമത്തിലാണ്. ആരാ ഈ റഷീദ്? ആരാ ഈ റഷീദൊക്കെ? റഷീദല്ല, റാഷ മലിക്. റാഷ മലിക്. ഓ റാഷ മാലിക്. രാമാന്ന് വിളിക്കാം. ഇനിയിപ്പം എനിക്ക് പേരൊന്നും വിളിക്കാൻ വയ്യ. ഈ രാമനുമായിട്ട് ബന്ധം എന്താ? ഇനി രാമാന്ന് പറഞ്ഞ വേറെ വിവാദമോ? റാഷ മാലിക് ബന്ധം ഇഷ്ടമാണ്. ഫ്രണ്ട്സാണ്. മറ്റേ സിറ്റുവേഷൻഷിപ്പ് ഏതാണ്? ബെസ്റ്റി? ഒന്നുമല്ല നമ്മള് ഇഷ്ടമാണ്. ഇതാരാടാ ഇതൊക്കെ ഓടി വരുന്നത് കത്തിയൊക്കെ? ഇത് നമ്മള് മെസ് ബോയ് പുഡിൻ. നീ ആരാണ്? പേരെന്താണ് ബ്രോ? ജോക്കർ ടിവിയെ ജോക്കർ. ഓ നിങ്ങാണോ മറ്റേ വലിയ മനുഷ്യൻ? അതാ വലിയ മനുഷ്യനാ. എടാ ഞാനൊരു കാര്യം പറയട്ടെടാ പുഡിനെ. ഇവന്റെ കോലം കണ്ടോ? നിങ്ങ ഇവിടെ കാണാനുണ്ടായിരുന്നില്ലല്ലോ. എപ്പ വന്ന്? ഞാൻ ഇപ്പൊ ടിക്കറ്റ് എടുത്തപ്പോ ടിക്കറ്റ് എടുത്ത് ഇങ്ങ് പോന്ന്. ഞാൻ പറഞ്ഞില്ലേ കൊറേ ആയിട്ട് ഇങ്ങോട്ട് വരണം എന്ന് വിചാരിക്കുന്നു. പിന്നെ ടിക്കറ്റ് എടുത്തിട്ട് ഇങ്ങ് പോകും. ഓ അതാ നന്നായി. ഈ കിരീട വല്ല കാര്യമൊക്കെ അറിയുന്നുണ്ടോ? കിരീട കാര്യം സംസാരിച്ചോണ്ടിരിക്കും. ഒന്ന് അങ്ങോട്ട് പോയി തരാവോ?
വില്ലുമോനെ അയ്യോ അയ്യോ ആ, ഉസ്മാനെ ഇതാ ആ അങ്ങോട്ടൊന്ന് മാറി നമ്മൾ നിൽക്ക് ഉസ്മാനെ. സംസാരിച്ചിട്ട് വരാം ആ മാറാ ആ, ഇതാരാ ഇതാരാ മോനെ കേക്കാവോ? കേട്ടുവിടത്തെ ഒരു മിനിറ്റ് നമ്മൾ ചോർത്തരുത്, മനസ്സിലായോ? കേക്കാവോ? ആ മോനെ കേക്കാങ്കി അങ്ങോട്ടൊന്ന് മാറിയിരിക്കൂ, ഞാനിതൊന്ന് സംസാരിച്ചോട്ടെ. എന്നും പറഞ്ഞ് കടലിൽ പോയി ചാവണ്ട, കല്ലിന്റെ മുകളിൽ കൂടെ അപ്പുറത്തു പോകും. അപ്പം റാഷ മാലിക് ഇഷ്ടമാണ്, പ്രേമമാണ്. പ്രേമമാണ്. എടാ അതിന് കൊച്ചു കഴിവേറി നീ ഒറ്റയ്ക്ക് രാത്രി ഈ ബൈക്കിലും കാറിലും ഒക്കെ പോയി ഒറ്റയ്ക്ക് എടാ എന്റെ അടുത്ത് ഉസ്മാനാണ് പറഞ്ഞു നീ ഒറ്റയ്ക്ക് രാത്രി സഞ്ചരിക്കുന്നുണ്ട്, ഒറ്റയ്ക്ക് കാര്യം പറയുന്നുണ്ട്. വിശ്വസിക്കണേ ജോക്കി, ഞാൻ പറഞ്ഞ വിശ്വസിക്കോ അതോ അവൻ പറഞ്ഞ വിശ്വസിക്കോ? എടാ എനിക്കിപ്പോ ആൾക്കാർ പറയുന്നതല്ലേ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് ഈ റാഷ മാലിക് ഇന്ത്യ സിറ്റിയിലുണ്ടോ? വന്നിട്ടില്ല, കുറച്ച് വന്ന പിന്നെ കാണത്തില്ലായിരിക്കുമല്ലേ, പോവായിരിക്കുമല്ലേ? ഞാനുണ്ടല്ലോ നിന്റെ ഒക്കെ കാല് തല്ലി ഓടിക്കും, മനസ്സിലായോ? ഞാൻ ഇവിടെ എടാ ഗ്യാങ്ങിന് വേണ്ടിയിട്ട് എന്തേലും ഉപകാരം ഉണ്ടോ?